Students, we are continuing with the perfect competitive market price determination. So we have already discussed about the price determination in a perfectly competitive market under a market period or very short run period. Then we have also dealt with short run equilibrium, taking the total approach as well as the marginal approach. Then we have seen the shutdown point and also the supply curve of the firm and industry. And in this class, we are continuing with the short run equilibrium, and today we are dealing with short run equilibrium of the industry. Okay, so short run equilibrium of the industry can be found out by taking the market situation as a whole. Okay, given the market demand and market supply, നമുക്കറിയാം ഒരു മാർക്കറ്റ്, ഒരു ഇക്കോണമിയിൽ ഒരു മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈയും നമുക്കറിയാമെങ്കിൽ അവിടുത്തെ ഇക്വിലിബ്രിയം സിറ്റുവേഷൻ കണ്ടുപിടിക്കാനായിട്ടും നമുക്ക് പറ്റും. ആൻഡ് ദി ഇക്വിലിബ്രിയം സിറ്റുവേഷൻ ഈസ് ദാറ്റ് ദ പ്രൈസ് വിത്ത് വിച്ച് ദ മാർക്കറ്റ് ക്ലിയേഴ്സ്. മാർക്കറ്റ് ക്ലിയർ ആവുന്ന പ്രൈസ് ലെവൽ ഏതാണോ അതിനെയാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ. ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയിട്ട് വരുന്ന ഏത് പ്രൈസ് ലെവലിലാണോ ആ ഒരു പോയിന്റിനെയാണ് ഇക്വിലിബ്രിയം പോയിന്റ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസ്. ആ പ്രൈസിനോട് ആനുപാതികമായിട്ടുള്ള ക്വാണ്ടിറ്റീനെ നമ്മൾ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയും. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈഡും ഈക്വൽ ആയിട്ട് വരുന്ന പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇൻഡസ്ട്രിയൽ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം കണ്ടുപിടിക്കാനായിട്ടുള്ള കണ്ടീഷൻ. സോ ദിസ് വിൽ ബി എ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം. ഓക്കെ, പ്രിവെയിലിംഗ് ആ ഒരു പർട്ടിക്കുലർ പ്രൈസിൽ ഫേംസ് പ്രോഫിറ്റ് ആണ് അല്ലെങ്കിൽ ലോസ് ആണോ ഉണ്ടാക്കുന്നതെന്ന് നോക്കാൻ, എങ്ങനെയാണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ദിസ് വിൽ ബി എ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം. ലോങ് റണ്ണിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോസ് മേക്കിംഗ് ആയിട്ടുള്ള ഫേംസ് എല്ലാം എക്സിറ്റ് ആകും. കാരണം അവർക്ക് അവിടെ ആ ഒരു ആ ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇക്കോണമിയിൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ബിക്കോസ് കണ്ടിന്യൂസ് ആയിട്ട് ലോസ് മേക്കിംഗ് ആണെങ്കിൽ അവർക്ക് ഒരു പരിധിയിൽ കൂടുതൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി എക്സസ് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആണെങ്കിൽ അവരവരുടെ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യും. അതുപോലെ തന്നെ എക്സസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പുതിയ പുതിയ ഫേംസ് ഇൻഡസ്ട്രിയിലോട്ട് വരും. അപ്പോൾ ലോങ് റണ്ണിൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഷോർട്ട് റൺ സിറ്റുവേഷനേക്കാളും വ്യത്യാസമാണ്. ഷോർട്ട് റണ്ണിൽ കുറച്ച് ലോസ് ഒക്കെ ഉണ്ടെങ്കിലും മാക്സിമം അവർ പിടിച്ചു നിൽക്കാനായിട്ട് നോക്കും. നമ്മൾ പറഞ്ഞു വേരിയബിൾ കോസ്റ്റ് എങ്കിലും മീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ എക്സസ് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ലോങ് റണ്ണിലോട്ട് വരുമ്പം ലോസ് മേക്കിംഗ് ഇൻഡസ്ട്രി അവർ എക്സിറ്റ് ആകും. പ്രോഫിറ്റ് മേക്കിംഗ് ഇൻഡസ്ട്രി കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ നോക്കും. അതിനോടൊപ്പം തന്നെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പുതിയ ഫേംസും ഈ ഒരു പ്രോഫിറ്റിനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് പുതിയ ഫേംസും വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ലോങ് റണ്ണിൽ ഫേംസ് വിൽ ബി ഏർണിംഗ് ഓൺലി നോർമൽ പ്രോഫിറ്റ്. കാരണം എൻട്രി എക്സിറ്റ് ലോങ് റണ്ണിൽ ഇൻഡസ്ട്രിയിൽ നിന്നും ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമൽ പ്രോഫിറ്റ് വരെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എക്സസ് പ്രോഫിറ്റിലോട്ട് പോകാനുള്ളൊരു സാധ്യത ലോങ് റണ്ണിൽ ഇല്ല. Okay, so this is the equilibrium point with regard to short run equilibrium, short run period in an industry. So industry is in equilibrium at price OP. OP പ്രൈസിലാണ് ഇൻഡസ്ട്രി ഇക്വിലിബ്രിയത്തിൽ വരുന്നത്. കറസ്പോണ്ടിങ് ആയിട്ട് OQ ക്വാണ്ടിറ്റി. അപ്പോൾ ഈ രണ്ട് പോയിന്റും മീറ്റ് ചെയ്യുന്നത് ഇവിടെ ഈ എന്ന് പറയുന്ന ഈ പോയിന്റിൽ ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ, ആൻഡ് ദിസ് വിൽ ബി ദ ഇക്വിലിബ്രിയം പോയിന്റ്. ഷോർട്ട് റൺ ഇൻഡസ്ട്രി ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ ആണ്. അപ്പോൾ ഈ OP പ്രൈസ് ലെവല് നമുക്കറിയാം ഷോർട്ട് റൺ പീരീഡിലാവുമ്പോൾ പ്രൈസ് ഫിക്സഡ് ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു OP പ്രൈസ് പ്രിവെയിൽ ചെയ്യുന്നുണ്ട് ഇക്കോണമിയിൽ. അപ്പോൾ ആ ഒരു പ്രൈസിൽ OQ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ കണ്ടീഷൻസ് ഫുൾഫിൽ ആവുകയും ഷോർട്ട് റൺ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുകയും ചെയ്യും. സോ ദിസ് ഇസ് ദ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഓഫ് ആൻ ഇൻഡസ്ട്രി ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. പ്രത്യേകിച്ച് വേറൊന്നുമില്ല, ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയിട്ട് വരുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് ഇക്വിലിബ്രിയം ഇൻ ദ ഷോർട്ട് റൺ എന്ന് പറയുന്നത്. സോ ബൈ ദിസ് we have completed the short run equilibrium conditions under a perfectly competitive market. Total approachum marginal approachum shutdown point കണ്ടുപിടിച്ചു, ഫേമിൻ്റെയും ഇൻഡസ്ട്രിയുടെയും സപ്ലൈ കർവും കണ്ടുപിടിച്ചു, ആൻഡ് ഫൈനലി ഒരു ഇൻഡസ്ട്രിയുടെ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം പോയിന്റും നമുക്ക് കണ്ടുപിടിച്ചു. സോ this is all about the short run situation under the perfectly competitive market. And in the next class we will deal with long run equilibrium. ഈ പറയുന്ന പോലെ തന്നെ ലോങ് റണ്ണിൽ ഫേമും ഇൻഡസ്ട്രിയും എങ്ങനെ ഇക്വിലിബ്രിയം പോയിന്റിലോട്ട് വരും, എങ്ങനെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യും എന്നുള്ളതാണ് നെക്സ്റ്റ് ക്ലാസ്സസിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. താങ്ക് യു.